1857 കലാപത്തെക്കുറിച്ചുള്ള ഒരു സുപ്രധാന രേഖ ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യക്കാരുടെയും സൃഷ്ടികളായ ഛായാചിത്രങ്ങളാണ്. പെയിന്റിങ്ങുകൾ, പെൻസിൽ കൊണ്ട് വരച്ച ചിത്രങ്ങൾ, കോറി വരച്ച ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, കാർട്ടൂണുകൾ, കമ്പോള അച്ചടി പത്രങ്ങൾ, ഇവയിൽ ചിലത് പരിശോധിച്ചാൽ അവ നമ്മോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ഒരു മേഖല. 1857 കലാപവുമായി ബന്ധപ്പെട്ട് PSC ചിത്രങ്ങളെ ആസ്പദമാക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആ ചിത്രങ്ങളെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് രക്ഷകരെ പ്രശംസിക്കുന്നു എന്നതാണ്. സെലിബ്രേറ്റിംഗ് ദ സേവിയേഴ്സ്. ജനങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ഒരു നിര തന്നെ സൃഷ്ടിക്കാൻ ഉതകുന്ന വൈവിധ്യമാർന്ന അനേകം പ്രതിബിംബങ്ങൾ ബ്രിട്ടീഷ് ചിത്രങ്ങൾ നൽകുന്നുണ്ട്. കലാപകാരികളെ അടിച്ചമർത്തുകയും ഇംഗ്ലീഷുകാരെ രക്ഷിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വീരയോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി അവയിൽ ചിലത്. അതിലേറ്റവും പ്രധാനമായിരുന്നു തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച റിലീഫ് ഓഫ് ലക്നൗ എന്നത്. ഈ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് കലാപകാരികളുടെ സൈന്യം ലക്നൗ വളഞ്ഞപ്പോൾ ലക്നൗവിലെ കമ്മീഷണറായിരുന്ന ഹെൻറി ലോറൻസ് ക്രിസ്തുമത വിശ്വാസികളായ ജനക്കൂട്ടങ്ങളെ ചേർത്തുകൊണ്ട് തൻ്റെ കോട്ടകളാൽ സുശക്തമായ റെസിഡൻസിയിൽ അഭയം തേടുകയുണ്ടായി. ലോറൻസ് കൊല്ലപ്പെട്ടുവെങ്കിലും റെസിഡൻസിൻ്റെ ഔദ്യോഗിക വസതി കേണൽ ഇംഗ്ലിഞ്ചിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധിക്കുന്നത് തുടർന്നു. 1857 സെപ്റ്റംബർ 25 ജെയിംസ് ഔട്ട്രം, ഹെൻറി ഹാവ്ലോക്ക് എന്നിവർ എത്തിച്ചേരുകയും കലാപകാരികളെ മറിച്ചുകടന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 20 ദിവസം കഴിഞ്ഞ് ഇന്ത്യയുടെ സേനാനായകനായ കമാൻഡർ കോളിൻ കോംബൽ തൻ്റെ സൈന്യത്തോടൊപ്പം എത്തിച്ചേരുകയും വളയപ്പെട്ട ബ്രിട്ടീഷ് സേനയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ വിവരണങ്ങളാണ് ലക്നൗ തിരിച്ചുപിടിച്ച എന്ന പെയിന്റിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് അതിജീവനത്തിൻ്റെയും ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെയും ബ്രിട്ടീഷ് ശക്തിയുടെ ആത്യന്തിക വിജയത്തിൻ്റെയും കഥയാണ്. കോളിൻ ക്യാമ്പലിൻ്റെ രംഗപ്രവേശനം ബാക്കർ തൻ്റെ റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു. ഈ ക്യാൻവാസിൻ്റെ മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാമ്പലിനെയും ഔട്ട്രമിനെയും ഹാവ്ലോക്കിനെയുമാണ്. അവർ ബ്രിട്ടീഷ് വീരനായകന്മാരാണ്. ചുറ്റുമുള്ളവരുടെ കൈകളുടെ ആംഗ്യങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണുകളെ ചിത്രത്തിൻ്റെ മധ്യത്തിലേക്കാണ് ആകർഷിപ്പിക്കുന്നത്. വീരന്മാർ നിലയുറപ്പിച്ച സ്ഥലം പ്രകാശപൂരിതമാണ്. മുൻവശത്ത് നിഴലുകളും പശ്ചാത്തലത്തിൽ റെസിഡന്റിന്റെ നശിപ്പിക്കപ്പെട്ട വസതിയും കാണാം. കോട്ട ആക്രമിക്കപ്പെടുന്ന സമയത്തുണ്ടായ ദുരനുഭവങ്ങളുടെ ഒരു നേർസാക്ഷ്യമായിരുന്നു അത്. മുൻവശത്ത് കാണപ്പെടുന്ന മരിച്ചവരുടെയും മുറിവേറ്റവരുടെയും ദൃശ്യങ്ങൾ, മധ്യത്തിൽ വിജയശ്രീലാളിതനായി നിൽക്കുന്ന കുതിരയുടെ രൂപങ്ങൾ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധികാരവും നിയന്ത്രണവും പുനഃസ്ഥാപിച്ചു എന്ന വസ്തുതയെ ഊന്നിപ്പറയുന്നു. ബ്രിട്ടീഷ് ജനതയ്ക്ക് ഇത്തരം ചിത്രങ്ങൾ ധൈര്യവും ആത്മവിശ്വാസവും നൽകിയിരുന്നു. വിഷമകാലം കഴിഞ്ഞുവെന്നും കലാപം അവസാനിച്ചു എന്നും ബ്രിട്ടീഷുകാർ വിജയിച്ചു എന്നുള്ള ഒരു അവബോധം ഈ ചിത്രങ്ങൾ സൃഷ്ടിച്ചു. ബ്രിട്ടനിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു കൂട്ടം ചിത്രങ്ങളായിരുന്നു ഇംഗ്ലീഷ് വനിതകളും ബ്രിട്ടന്റെ ബഹുമതിയും എന്ന ടൈറ്റിലുള്ളത്. ഇംഗ്ലീഷ് വുമൺ ആൻഡ് ദ ഹോണർ ഓഫ് ബ്രിട്ടൻ. ഈ ചിത്രങ്ങൾ കൂടുതലായും ജനകീയ ചിന്തകളെ സ്വാധീനിക്കുന്നവയായിരുന്നു. അവ ജനങ്ങളുടെ വികാര വിചാരങ്ങളെ രൂപപ്പെടുത്തുന്നതായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളുടെ കഥ പ്രത്യേകിച്ചും ജനങ്ങളെ രോക്ഷാകുലരാക്കുകയും അതിനെതിരെ പ്രതികാരവും തിരിച്ചടിയും നൽകണമെന്ന പൊതു ആവശ്യം ബ്രിട്ടനിൽ ഉയർത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് സർക്കാർ നിഷ്കളങ്കരായ സ്ത്രീകളുടെ മാനം സംരക്ഷിക്കണമെന്നും നിസ്സഹായരായ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ഉയർന്നു. മാനസിക ആഘാതത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ചിത്രം വരച്ചു കാട്ടിക്കൊണ്ട് ഈ വികാരങ്ങളെ കലാകാരന്മാർ ആവിഷ്കരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു. കലാപത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം
1859 ജോസഫ് നയാൻ പാറ്റൺ വരച്ച ഒരു ചിത്രമായിരുന്നു ഇൻ മെമ്മോറിയം എന്നത്. ഈ ചിത്രത്തിൽ ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും ഒരുമിച്ച് കൂടി ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. നിസ്സഹായരും നിഷ്കളങ്കരുമായി കാണപ്പെട്ടിരുന്ന അവർ തങ്ങളിലേക്ക് അടുത്തു വരുന്ന അനിവാര്യമായ അപമാനവും ആക്രമണവും മരണവും കാത്തിരിക്കുന്നു. ഇമ്മെമ്മോറിയം ഒരിക്കലും രക്തപങ്കുലിതമായ ആക്രമണങ്ങളെ അല്ല കാണിക്കുന്നത്, മറിച്ച് അത് വാഞ്ചിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കാഴ്ചക്കാരുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുകയും രോക്ഷവും അമർഷവും ഇളക്കിവിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിൽ ദൃശ്യരല്ല എങ്കിലും കലാപകാരികളെ അക്രമികളായും ക്രൂരന്മാരുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് സേന രക്ഷയ്ക്കെത്തുന്നതും കാണാൻ സാധിക്കും. ഇംഗ്ലണ്ടിൽ പ്രചരിച്ച മറ്റൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. അത്തരം ചിത്രങ്ങളിൽ സ്ത്രീകളെ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കലാപകാരികളുടെ ആക്രമണത്തെ സ്വയം പ്രതിരോധിക്കുന്ന ധൈര്യവതികളായി അവർ കാണപ്പെട്ടിരിക്കുന്നു. മിസ്സിസ് വീലറുടെ ചിത്രം അതിനുദാഹരണമാണ്. തൻ്റെ മാനം കാക്കാനായി തന്നെ ആക്രമിക്കുന്ന കലാപകാരികളെ ഒറ്റയ്ക്ക് വധിക്കുകയും അചഞ്ചലമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ ചിത്രീകരണങ്ങൾ എല്ലാം കാണുന്നത് പോലെ കലാപകാരികൾ പൈശാചികമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കരുത്തരായ 4 പുരുഷന്മാർ വാളുകളും തോക്കും കൊണ്ട് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരു സ്ത്രീ തൻ്റെ മാനവും ജീവനും രക്ഷിക്കാനായി നടത്തുന്ന പോരാട്ടത്തിന് വാസ്തവത്തിൽ ഒരു മതപരമായ വ്യംഗ്യാർത്ഥം കൂടി ഈ ചിത്രത്തിൽ നൽകുന്നുണ്ട്. അത് ക്രിസ്തു മതത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം കൂടിയാണ്. കാരണം ആ ചിത്രത്തിൻ്റെ കോണിൽ തറയിൽ കിടക്കുന്ന ആ ഒരു പുസ്തകം അത് ബൈബിളാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ പ്രചരിച്ചിരുന്ന മറ്റൊരു കൂട്ടം ചിത്രമായിരുന്നു പ്രതികാരവും തിരിച്ചടിയും എന്നുള്ളത്, വെഞ്ചൻസ് ആൻഡ് റെട്രിബ്യൂഷൻ. 1857 സെപ്റ്റംബർ മാസം 12 പഞ്ച് എന്ന മാസികയിൽ വന്ന ഒരു ചിത്രം ജസ്റ്റിസ് എന്ന പേരിലായിരുന്നു പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആ ചിത്രത്തിന് ഒരു അടിക്കുറിപ്പും കൂടി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്: കാൺപൂരിലെ ഭീകരമായ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വാർത്തകൾ ഇംഗ്ലണ്ടിലാകമാനം തീവ്രമായ ധാർമ്മിക രോക്ഷവും പ്രതികാരവാഞ്ചയും ജനിപ്പിച്ചു. ബ്രിട്ടനിൽ രോക്ഷവും ഞെട്ടലും അലയടിച്ചപ്പോൾ പകരം വീട്ടാനുള്ള മുറവിളികൾ ശക്തിയാർജിച്ചു. കലാപത്തെക്കുറിച്ചുള്ള ദൃശ്യാവിഷ്കാരങ്ങളും വാർത്തകളും ക്രൂരമായ അടിച്ചമർത്തലുകളും പകരം വീട്ടാനുള്ള അനിവാര്യതയും നീതിയുക്തമാണ് എന്ന ഒരു പ്രതീതി ബ്രിട്ടന് സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ ആത്മാഭിമാനത്തിനും അധികാരത്തിനും നേരെയുള്ള വെല്ലുവിളിയെ നിഷ്കരുണം നേരിടാൻ നീതിയുടെ ആവശ്യമായി അവർ കണക്കാക്കി. കലാപം നൽകിയ ഭീതിയിൽ തങ്ങളുടെ അജയ്യത തെളിയിച്ചു കൊടുക്കുവാൻ ബ്രിട്ടന് തോന്നുകയും ചെയ്തു. അത്തരത്തിലൊരു ചിത്രമാണ് ജസ്റ്റിസ് എന്നുള്ളത്. ഒരു കയ്യിൽ വാളും മറുകയിൽ ഒരു പരിചയവുമായി നീതിദേവത എന്ന ആന്തരാർത്ഥമുള്ള രീതിയിൽ ഒരു വനിത നിലയുറപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആക്രമണോത്സുകമാണ് അവൾ. അവളുടെ മുഖത്ത് ക്രോധവും പ്രതികാരവാഞ്ചയും പ്രതിഫലിക്കുന്നുണ്ട്. ശിപ്പായിമാരെ അവൾ തൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കുന്ന ആ അതേ സമയത്ത് ഭയന്ന് വിറച്ചുകൊണ്ട് കുട്ടികളുമായി നിൽക്കുന്ന ഇന്ത്യക്കാരായ സ്ത്രീകളുടെ ഒരു കൂട്ടവും ആ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. മറ്റൊരു കാർട്ടൂൺ ചിത്രവും 1857 പഞ്ച് മാസികയിൽ വന്നിരുന്നു. അത് ബംഗാൾ കടുവയ്ക്കെതിരായ ബ്രിട്ടീഷ് സിംഹത്തിന്റെ പ്രതികാരമായിരുന്നു. ദ ബ്രിട്ടീഷ് ലയൺസ് വെഞ്ചൻസ് ഓൺ ബംഗാൾ ടൈഗർ എന്നത്. 1857 ഈ പെയിന്റിംഗ് വരച്ചത് ജോൺ ടെനിയൽ ആണ്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ കാർട്ടൂൺ ആയിരുന്നു ഇത്. 1857 പഞ്ച് മാസികയിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1857 കലാപവുമായി ബന്ധപ്പെട്ട് 4ാമത് ബ്രിട്ടനിൽ പ്രചരിച്ചിരുന്ന
ചിത്രങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഭീതിയുടെ ആവിഷ്കാരം എന്നുള്ളത്. ദ പെർഫോമൻസ് ഓഫ് ടെറർ. കലാപകാരികളെ മൃഗീയമായി വധിച്ചിരുന്ന രീതിയിലൂടെ പ്രതികാരത്തിനും പകരം വീട്ടാനുമുള്ള അവരുടെ വ്യഗ്രതയെ പ്രകടമാക്കിയിരുന്നു. അവർ വെടിവെച്ച് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ കഴുമരത്തിൽ തൂക്കിലേറ്റപ്പെട്ടു. വധശിക്ഷയുടെ ഈ ചിത്രങ്ങൾ ജനകീയ ആനുകാലികങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. അതിലൊന്നായിരുന്നു പേഷ്വാറിലെ കലാപകാരികളുടെ വധശിക്ഷ. ഇലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് 1857 ഒക്ടോബർ 3 പ്രസിദ്ധീകരിച്ച ഒരു ചിത്രമായിരുന്നു പേഷ്വാറിലെ വധശിക്ഷ എന്നുള്ളത്. ഇവിടെ വധശിക്ഷ നടത്തുന്ന രംഗം നാടകം അവതരിപ്പിക്കുന്ന ഒരു വേദി പോലെ നമുക്ക് തോന്നാം. മൃഗീയ ശക്തിയുടെ രംഗാവിഷ്കാരവും യൂണിഫോമിലുള്ള കുതിരപ്പടയാളികളും ശിപ്പായിമാരും ഈ രംഗത്ത് പ്രധാനികളായി നിൽക്കുന്നു. അവർ സഹശിപ്പായിമാരുടെ വധശിക്ഷ നിരീക്ഷിക്കേണ്ടി വരികയും കലാപത്തിന്റെ വിറങ്ങലിക്കുന്ന പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന ഈ രംഗത്ത് ഭീരങ്കികളാൽ ചുറ്റപ്പെട്ട് 12 കലാപകാരികൾ ഒറ്റ നിരയായി തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നു. നിത്യേതനയുള്ള ശിക്ഷാരീതികളല്ല, മറിച്ച് ഒരു ഭീകരതയുടെ ആവിഷ്കാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ജനങ്ങളിൽ അത് ഭീതി ഉണർത്തേണ്ടതുണ്ടായിരുന്നു. ശിക്ഷാവിധികൾ രഹസ്യമായി അടച്ചിട്ട ഇടങ്ങളിൽ നടത്താൻ പറ്റില്ലായിരുന്നു. അത് തുറന്ന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കണമായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ ജനങ്ങൾ തിരിച്ചറിയണമായിരുന്നു. ബ്രിട്ടീഷുകാരോടുള്ള ഭയം ജനങ്ങളിൽ വീണ്ടും വരണമായിരുന്നു. 1857 കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റൊരു ഭാഗം കരുണ കാട്ടാനുള്ള സമയമല്ല എന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരുന്നു. നോട്ട് ടൈം ടു ക്ലെമേഴ്സി. പ്രതികാരത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന സമയത്ത് മൃദു സമീപനത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ പരിഹസിക്കപ്പെട്ടു. അല്പം ദാക്ഷിണ്യവും കരുണയും കാണിക്കുകയാണ് എങ്കിൽ ശിപ്പായിമാരുടെ കൂറ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഗവർണർ ജനറലായ കാനിങ് പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹത്തെ പത്രമാധ്യമങ്ങൾ പരിഹസിക്കുകയാണ് ഉണ്ടായത്. പഞ്ചെന്ന ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ ആനുകാലികത്തിന്റെ താളുകളിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകൾ ഒന്നിൽ ഇരുകൈകളിലും രക്തമിറ്റു വീഴുന്ന ഊരിയ വാളും കഠാരയുമായി നിൽക്കുന്ന ഒരു ശിപ്പായിയുടെ നെറുകയിൽ തൻ്റെ സംരക്ഷണകരം അർപ്പിക്കുന്ന പിതൃതുല്യനായിട്ടാണ് കാനിങ്ങിനെ ചിത്രീകരിക്കുന്നത്. ഈ ചിത്രം പല രീതിയിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അതിൽ ആവർത്തിച്ചു വന്നിരുന്ന ഭാവമായിരുന്നു ദ ക്ലെമൻസി ഓഫ് കാനിങ് എന്നുള്ളത്, കാനിങ്ങിന്റെ കാരുണ്യം. 1857 ഒക്ടോബർ 24 പഞ്ച് മാസികയിൽ പ്രസിദ്ധീകരിച്ച ഈ കാർട്ടൂണിന് ഒരു അടിക്കുറിപ്പുണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: ഗവർണർ ജനറൽ പറയുന്നു, നന്നായി, ഇപ്പോൾ അവർ അവനെ മോശമായ തോക്കുകളിൽ നിന്നും വെടിവെക്കില്ല. പക്ഷേ അവൻ ഒരു നല്ല ശിപ്പായി ആയിരിക്കണമെന്ന് വാഗ്ദാനം ചെയ്യണം. ഇത്രയും നമ്മൾ ചർച്ച ചെയ്തത് 1857 കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പെയിന്റിങ്ങുകളും പത്രങ്ങളിൽ വന്ന ചില കാർട്ടൂൺ ചിത്രങ്ങളുമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രഖ്യാപിക്കുകയും ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വീരനായകന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചിത്രങ്ങളും അവരെ മഹത്വൽക്കരിക്കുന്ന വരികളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിരുന്നു ഝാൻസിയിലെ റാണിയെക്കുറിച്ചുള്ള വരികൾ. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉള്ള കുട്ടികൾ സുഭദ്രകുമാരി ചൗഹാൻ ഝാൻസി റാണിയെക്കുറിച്ച് എഴുതിയ വരികൾ വായിച്ചാണ് വളർന്നത്. ഒരു പുരുഷനെ പോലെ അവൾ പൊരുതി, അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ഈ ചിത്രങ്ങളെക്കുറിച്ച് PSC പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് 10ാം തരത്തിലായാലും +2 ലെവലിലായാലും ഡിഗ്രി തലത്തിലായാലും ഈ ചോദ്യങ്ങൾ ഈ സമീപകാലത്ത് PSCയുടെ ട്രെൻഡുകളാണ്. അത്തരത്തിൽ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നു. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവിലൂടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുക.